നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പണ്ടത്തെ പോലെ ഇടവും വലവും നിൽക്കാൻ കരുത്തരായിട്ടുള്ള ആൾക്കാരില്ല. അതുകൊണ്ട് തന്നെ ശക്തി ക്ഷയിച്ചിരിക്കുകയാണ് പിണറായി വിജയന്. മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് എത്തിയതോടെ പ്രതാപം നല്ല പോലെ കുറഞ്ഞിട്ടുണ്ട്. വല്ലാത്ത ക്ഷീണം പിണറായിക്കുണ്ട്. അതിൻ്റെ കൂടെയാണ് ഇടങ്കയും വലങ്കയുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന കരുത്തന്മാരൊക്കെ കൊഴിഞ്ഞു പോകുകയും ചെയ്യുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലേക്ക് എത്തിയപ്പോൾ തനിക്ക് ചില അംഗരക്ഷകരെയൊക്കെ വേണമെന്ന് സർക്കാരിനോട് പിണറായി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിനും ഇപ്പോൾ വലിയ സ്കോപ്പില്ല. പിണറായി ആവശ്യപ്പെട്ടവരെ ആരെയും വിട്ടുകൊടുക്കാൻ സർക്കാരിന് കഴിയുന്ന സാഹചര്യവുമല്ല. അതുകൊണ്ട് വല്ലാത്ത പ്രതിസന്ധി നേരിടുന്ന പിണറായി പണ്ടത്തെ തൻ്റെ ശിങ്കിടികളെയൊക്കെ കിട്ടിയാൽ കൊള്ളാം എന്നുള്ള ഒരു മനക്കോട്ട കെട്ടി നിൽക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി CP പ്രമോദിനെ പാർട്ടി നിയമിച്ചു കഴിഞ്ഞിട്ടുണ്ട്. CP പ്രമോദിന്റെ നിയമനത്തിന് പിന്നാലെ ഇപ്പോൾ വലിയ ചില ചോദ്യങ്ങളാണ് പിണറായിക്ക് നേരെ ഉയരുന്നത്. മുൻപ് പിണറായിയുടെ അംഗരക്ഷകരായിട്ട് ഒപ്പം ഉണ്ടായിരുന്നവരെ ആരെയും ഇപ്പോൾ കാണാൻ പോലും കിട്ടുന്നില്ല. പ്രത്യേകിച്ച് P ശശി, CM രവീന്ദ്രൻ ഇവരൊക്കെ എവിടെ പോയി എന്നുള്ളതാണ് ചോദ്യം. പാലക്കാട് നിന്നുള്ള CPM നേതാവാണ് പ്രമോദ്. AK ബാലൻ വൈദ്യുതി മന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. പാർട്ടി കമ്മിറ്റികളിലടക്കം വിമർശന വിധേയരായവരെ സ്റ്റാഫിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചതോടെ പിണറായിയുടെ വിശ്വസ്തനായ CM രവീന്ദ്രൻ ഇക്കുറി സ്റ്റാഫിൽ ഇടം പിടിച്ചിട്ടില്ല. പാർട്ടി ഒന്ന് കടുപ്പിച്ചിട്ടുണ്ട്. ആ കടുപ്പിച്ചിരിക്കുന്നത് പണ്ട് പിണറായിക്കൊപ്പം ഉണ്ടായിരുന്ന ആ ശിങ്കിടികളുണ്ടല്ലോ, അവരെ ഒന്നും ഇനി അടുപ്പിക്കണ്ട, ഇനി അവരുടെ നിയമനം വേണ്ട എന്ന് തന്നെയാണ്. പാർട്ടി ഒരു പൊളിച്ചെഴുത്ത് നടത്താൻ പോകുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതായത് പിണറായിയും MV ഗോവിന്ദനും തന്നെ പാർട്ടിയിൽ നേതൃനിരയിൽ നിന്ന് മാറണമെന്നുള്ള വലിയ മുറവിളി ഉയരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇനി പിണറായിയുടെ പണ്ടത്തെ ശിങ്കിടികളെയും കൂടി കൊണ്ട് നിയമിച്ചു കഴിഞ്ഞാൽ വീണ്ടും CPMകാർ വാളെടുക്കും. അതുകൊണ്ട് എല്ലാവരെയും ഒന്നും മയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മുൻപുണ്ടായിരുന്ന വിവാദ നായകന്മാരെ എല്ലാവരെയും ഒഴിവാക്കി ഇപ്പോൾ പിണറായിയുടെ ഒപ്പമുള്ളവരുടെ ഒരു ലിസ്റ്റ് തന്നെ വെട്ടിനിരത്തി പുതിയ ആൾക്കാരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ പിണറായി തൻ്റെ അംഗരക്ഷകരായിട്ട് അന്ന് ആലപ്പുഴയിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ഉദ്യോഗസ്ഥരെ വേണമെന്ന് പറഞ്ഞിരുന്നു. സർക്കാർ ഒരാളെ വിട്ടുകൊടുത്തിരുന്നു. പക്ഷേ പിന്നീട് കേസ് വന്നപ്പോൾ അയാളെ പോലും മാറ്റി നിർത്തേണ്ടി വന്നു. പിണറായി മുഖ്യമന്ത്രി ആയിരിക്കെ 10 വർഷമായി സെക്രട്ടേറിയറ്റിലെ അധികാര കേന്ദ്രമായിരുന്നു CM രവീന്ദ്രൻ. അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കടിഞ്ഞാണേന്തി വിവാദത്തിലും പെട്ടിരുന്നു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന രവീന്ദ്രൻ. 4 പതിറ്റാണ്ടായി പാർട്ടി വിശ്വസ്തനായി തലസ്ഥാനത്തുണ്ടായിരുന്നു CM രവീന്ദ്രൻ. ഇപ്പോൾ പിണറായിക്ക് അധികാര നഷ്ടമായതോടെയാണ് അദ്ദേഹവുമായി ഇപ്പോൾ പിരിഞ്ഞിരിക്കുന്നത്. CM രവീന്ദ്രന്റെ അടുത്ത റോൾ എന്താകുമെന്ന് വ്യക്തത വന്നിട്ടില്ല. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ CM രവീന്ദ്രൻ നിർണായക സ്ഥാനത്തെത്തിയേക്കും എന്നുള്ള ചില സൂചനകളൊക്കെ വരുന്നുണ്ട്. ഭരണത്തിലിരിക്കവേ നിരവധി വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ട പേരാണ് രവീന്ദ്രൻ്റേത്. ലൈഫ് മിഷൻ കോഴ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചാറ്റുകൾ പുറത്തു വന്നപ്പോൾ രവീന്ദ്രൻ വല്ലാത്ത കുടുക്കിലായിരുന്നു വീണത്. കോഴിക്കോട് ജില്ലയിലെ പാർട്ടി കോട്ടയായ ഒഞ്ചിയം സ്വദേശിയായ CM രവീന്ദ്രൻ സാധാരണ പാർട്ടി പ്രവർത്തകനായാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. പിന്നീട് രവീന്ദ്രൻ പാർട്ടിയുടെ വിശ്വസ്തനാകുകയും പ്രവർത്തന മണ്ഡലം തിരുവനന്തപുരത്തേക്ക് മാറുകയുമായിരുന്നു. LDF കൺവീനറായ PV കുഞ്ഞികൃഷ്ണന്റെ സഹായിയായാണ് 1980കളിൽ രവീന്ദ്രൻ തലസ്ഥാനത്തെത്തുന്നത്. പിന്നീട് അങ്ങോട്ട് 40 വർഷമായി വിവിധ CPM നേതാക്കളുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു CM രവീന്ദ്രൻ. ഇത്തരം നിയമനങ്ങളിൽ ഏറ്റവും ഒടുവിലായാണ് 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള CM രവീന്ദ്രൻ സകല മാനദണ്ഡങ്ങളും മറികടന്ന് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പദത്തിലേക്ക് എത്തുന്നത്. വടകര ഓർക്കാട്ടേരിയിലെ ഒരു ബന്ധുവിനെ ബിനാമിയാക്കിയാണ് രവീന്ദ്രന്റെ ബിസിനസ്സുകൾ എന്ന ഒരു വലിയ ആരോപണം അന്നത്തെ പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. CPM നേതാക്കളുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഏറ്റവും അധികം കാലം ജോലി ചെയ്തിട്ടുള്ള ആളാകും രവീന്ദ്രൻ എന്നാണ് രാഷ്ട്രീയ എതിരാളികൾ അന്ന് പരിഹസിച്ചത്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു രവീന്ദ്രൻ. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലായി 12ഓളം സ്ഥാപനങ്ങളിൽ പങ്കാളിത്തമുണ്ടെന്ന് ഈടി കണ്ടെത്തിയ CM രവീന്ദ്രൻ ഭരണത്തിലുണ്ടെങ്കിലും അല്ലെങ്കിലും CPM നേതാക്കൾക്കൊപ്പമാണ്. അതായത് ഒരു പ്രബല ശക്തിയാണ്. VS അച്യുതാനന്ദനൊപ്പവും കോടിയേരി ബാലകൃഷ്ണനൊപ്പവും പിണറായി വിജയനൊപ്പവും വിശ്വസ്തനായി രവീന്ദ്രൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത്. പിണറായി വിജയനുമായി ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന വ്യക്തിയായ CM രവീന്ദ്രനായിരുന്നു ലാവ്ലിൻ കേസ് അടക്കമുള്ളവയുടെ നടത്തിപ്പും ഏകോപനവും ഒക്കെ അങ്ങ് കൈയാളിയിരുന്നത്. പിണറായി മുഖ്യമന്ത്രിയായിരിക്കവേ പേഴ്സണൽ സ്റ്റാഫിൽ KSR പാർട്ട് 3 ചട്ടം 100 അനുസരിച്ച്
പുനർനിയമനം ലഭിച്ച ജീവനക്കാരിൽ ഒരാൾ കൂടിയാണ് CM രവീന്ദ്രൻ. പ്രതിപക്ഷ നേതാവിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി പദവിയിൽ നിന്നാണ് CM രവീന്ദ്രന് പുനർനിയമനം ലഭിച്ചത്. CM രവീന്ദ്രൻ പാർട്ടിയുടെയും നേതാക്കളുടെയും ബിനാമിയാണെന്ന ആരോപണം കാലങ്ങളായി ഉള്ളതാണ്. ഇതിന് പിന്നാലെയായിരുന്നു കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലായി 12ഓളം സ്ഥാപനങ്ങളിൽ ഓഹരിയുണ്ടെന്ന് ED കണ്ടെത്തിയത്. 2020-ൽ കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ CM രവീന്ദ്രനെ ED ചോദ്യം ചെയ്തിരുന്നു. അന്ന് CM രവീന്ദ്രനെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിച്ചു എന്ന് പ്രതിപക്ഷമടക്കം ആരോപണം ഉന്നയിച്ചതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യലിന് രവീന്ദ്രൻ ഹാജരാക്കിയ സ്വത്തിന്റെ കണക്കുകളിൽ ED സംശയം പ്രകടിപ്പിച്ചിരുന്നു. കോവിഡും രോഗാവസ്ഥയും അടക്കമുള്ള ന്യായങ്ങൾ നിരത്തി തുടക്കത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്ന CM രവീന്ദ്രൻ പിന്നീട് EDക്ക് മുന്നിൽ ഹാജരാകുകയായിരുന്നു. തുടർച്ചയായി 13 മണിക്കൂറോളമായിരുന്നു ED രവീന്ദ്രനെ ചോദ്യം ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംശയത്തിന്റെ മുൾമുനയിലേക്ക് തള്ളിവിട്ടിരുന്നു അന്ന് രവീന്ദ്രന്റെ ഈ ചോദ്യം ചെയ്യൽ. ED ചോദ്യം ചെയ്യലിന് പിന്നാലെ രവീന്ദ്രനെ നിർണായക പദവിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പ്രതിപക്ഷമടക്കം ശക്തമായി ആവശ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രിയും പാർട്ടിയും രവീന്ദ്രനെ ഒരുപോലെ പ്രതിരോധിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ CPM-ന് കനത്ത തിരിച്ചടിയായ ജനവിധിയെ തുടർന്ന് പിണറായി പ്രതിപക്ഷ നേതാവാകേണ്ടി വന്നു. ഇതോടെയാണ് രവീന്ദ്രനും തലസ്ഥാനം വിടുന്നത്. അതായത് വിവാദത്തിൽപ്പെട്ടിട്ടുള്ള ആരും പിണറായി വിജയന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളിൽ വേണ്ട എന്ന് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, പഴയ വിവാദ നായകന്മാരെയൊക്കെ വീണ്ടും എടുത്ത് തലയിൽ ചുമക്കാനും വിഴുപ്പ് ചുമക്കാനുമാണ് പിണറായി തയ്യാറാകുന്നതെങ്കിൽ പാർട്ടിക്കാർ അടപടലം എടുത്ത് തോട്ടിലേക്ക് എറിയും. അല്ലെങ്കിൽ തന്നെ പാർട്ടിക്കാർ കലി ഇളകി നിൽക്കുകയാണ് പിണറായിക്കെതിരെയും MV ഗോവിന്ദനെതിരെയും. ഇരുവരും മാറി നിൽക്കണമെന്ന വലിയ ആവശ്യം ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ എന്തായാലും പേഴ്സണൽ സ്റ്റാഫുകളുടെ നിയമനത്തിൽ കുറച്ച് കരുതൽ വേണമെന്ന് പാർട്ടി തീരുമാനിച്ചതും അതിനനുസരിച്ചുള്ള ആൾക്കാരെ അപ്പോയിന്റ് ചെയ്തതും. അങ്ങനെ പ്രതിപക്ഷ നേതാവിൻ്റെ പേഴ്സണൽ സ്റ്റാഫുകളുടെ കൂട്ടത്തിൽ ഇടം പിടിക്കാതെ രവീന്ദ്രൻ മാറിയതോടെ ഇനി രവീന്ദ്രന് ഏത് മേഖലയിൽ പാർട്ടി ഒരു ചുമതല കൊടുക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. കാരണം അങ്ങനെ ചുമതല കൊടുക്കാതെ മാറ്റി നിർത്താൻ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. കാരണം പല നേതാക്കന്മാരുടെയും പല രഹസ്യങ്ങളും അറിയാവുന്ന നല്ല ഒന്നാം തരം ശിങ്കിടിയാണ് രവീന്ദ്രൻ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.